ശ്രീലങ്കൻ പരമ്പരയ്ക്ക് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കോച്ച് ഗൗതം ഗംഭീറും സീനിയർ സെലക്ടർ അജിത് അഗാക്കറുമാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സഞ്ജുവിനെ എന്തുകൊണ്ടാണ് ഏകദിനത്തിൽ എടുക്കാത്തതെന്ന് ചോദ്യം ഉന്നയിച്ചു. ഇതിന് അജിത് അഗാക്കർ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ തഴയപ്പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സഞ്ജു ആയിരുന്നു. കോച്ച് ഗൗതം ഗംഭീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ അജിത് അഗാക്കർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിനെ ഏകദിനത്തിൽ എടുക്കാത്ത കാരണമായിട്ട് അഗാക്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഋഷഭ് പന്തിന് കാർ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും മെയിൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആയിരുന്നു. അദ്ദേഹത്തിന് മടങ്ങി വരവിന് അവസരം കൊടുക്കണം. ഋഷഭ് പന്ത് മടങ്ങി വന്നിട്ട് T20 മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏകദിനത്തിൽ അവസരം കൊടുത്തത്. ഇനി അങ്ങോട്ട് ഒരുപാട് പരമ്പരകൾ വരാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഞങ്ങൾ അവസരം കൊടുത്തു. രാഹുലിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. T20 വേൾഡ് കപ്പിലും രാഹുൽ ടീമിലുണ്ടായിരുന്നില്ല. സീനിയർ താരമെന്ന രീതിയിൽ അദ്ദേഹത്തെയും കളിപ്പിക്കേണ്ടിയിരിക്കുന്നു. പന്തും രാഹുലും കീപ്പർമാരായിട്ട് സ്ക്വാഡിൽ വന്നപ്പോൾ സഞ്ജുവിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ഒഴിവാക്കിയത്. സ്ക്വാഡിൽ എല്ലാ താരങ്ങളെയും കളിപ്പിക്കാൻ സാധിക്കില്ല. എല്ലാവരും മികച്ച പ്ലേയേഴ്സാണ്. നിലവിൽ ഏകദിനത്തിൽ ഇപ്പോൾ എടുത്ത താരങ്ങളൊന്നും സ്ഥിരമാകാൻ സാധ്യതയില്ല. അവരുടെ പ്രകടനങ്ങളനുസരിച്ചായിരിക്കും വരാൻ പോകുന്ന പരമ്പരയിൽ അവരുണ്ടാകുമോ എന്നത് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ കിട്ടും. കിട്ടിയ അവസരങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ മുതലാക്കട്ടെ എന്ന് അഗാക്കർ വ്യക്തമാക്കി. ഋഷഭ് പന്തിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അവസാനത്തെ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചതൊന്നും അവർക്ക് വിഷയമല്ല. ഋഷഭ് പന്തിനെ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി അവർ സഞ്ജുവിന്റെ അവസരങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ഋഷഭ് പന്തിന് ഇത്രയുമധികം സപ്പോർട്ട് എന്തുകൊണ്ടാണ് BCCI കൊടുക്കുന്നതെന്ന് വ്യക്തമല്ല. സഞ്ജു ഇനി ഡബിൾ സെഞ്ചുറി അടിച്ചാലും ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.